ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ കാരണം പശു വളർത്തണം എന്ന് പറയുന്നതല്ലാണ്ട് ഒരാൾക്ക് ഒരു പശുവിനെ വെറുതെ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. അല്പം ക്രൂരതയാണ്, പക്ഷെ അത് നിവൃത്തിയില്ല. കാരണം നമ്മൾ ഫാമിൽ വരുമ്പോ അതുകൊണ്ട് എന്ത് ഗുണം നമുക്ക്? അതുകൊണ്ട് 2 ഗുണമാണ്. നമ്മളിപ്പോ നമസ്കാരം, ദിനേശാണ്. ഫാം മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം കൊരട്ടിക്കരയിലാണ്. കൊരട്ടിക്കരയിലെ വേണുഗോപാലൻ എന്ന് പറയുന്ന വേണുവേട്ടൻ ഏതാണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് പശു വളർത്തൽ രംഗത്ത് സജീവമാണ്. 2 പശുവിൽ നിന്ന് തുടങ്ങി ഈ പടിപടിയായി അത് 22 പശുക്കളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളെയും കൂട്ടി ഏതാണ്ട് 10-30 പശുക്കളിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വേണുവേട്ടനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതിസന്ധികൾ നേരിടുന്നു എന്നെങ്കിൽ പോലും ലാഭകരമായ തരത്തിൽ തന്നെ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വേണുവേട്ടന്റെ പശു വളർത്തൽ വിശേഷങ്ങളാണ്. വേണുവേട്ടൻ ലാഭകരമായ രീതിയിലേക്ക് എങ്ങനെയാണ് ഈ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവവും അറിവും നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേണുവേട്ടനെ നമ്മുടെ ഫാം മലയാളത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ലാഭകരമായ കൃഷിയിലേക്ക് കർഷകരെ നയിക്കുന്ന നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഏറ്റവും മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വേണേട്ടാ, ഫാം മലയാളത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ബ്രീഡുകൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? പ്രധാന ബ്രീഡുകൾ HF, ജേഴ്സി, പിന്നെ അതിന്റെ മിക്സ് ഐറ്റംസ്, പിന്നെ നാടൻ പശു ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. വെച്ചൂര് ടൈപ്പ് ഉണ്ട്. ഓക്കെ. ഈ HF ജേഴ്സി എന്ന് പറയുന്നത് പ്രധാനമായും ഫാമുകളിലൊക്കെ കണ്ടുവരുന്നതാണ്. കർഷകരുടെ അടുത്ത് പൊതുവെ കണ്ടുവരുന്ന ബ്രീഡാണ്. എന്തുകൊണ്ടായിരിക്കും ഈ HF അല്ലെങ്കിൽ HF ക്രോസ്, ജേഴ്സി ക്രോസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ കാരണം? കാരണം അതിനൊക്കെ ഈൽഡ് കൂടുതലാണ്. നാടൻ പശുക്കളെ അപേക്ഷിച്ച് ഈൽഡ് വളരെ കൂടുതലാണ്. അപ്പോഴേ നമുക്ക് ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ലാതെ നമുക്ക് മുതലാവില്ല. നമുക്ക് ആ ഒരു മിനിമം പാല് കൊടുത്താലേ നമുക്ക് അവരുടെ ലേബേഴ്സിന്റെ പൈസയും തീറ്റ കൂലിയും എല്ലാം കൂടി കഴിച്ച് നമുക്കൊരു മിച്ചം വരുള്ളൂ. അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് പാലിന്റെ അളവാണോ അതോ പാല് കിട്ടുന്ന ദൈർഘ്യമാണോ? പാല് കിട്ടുന്ന അളവ് രണ്ടും ഉണ്ട്. രണ്ടും പ്രത്യേകതയുണ്ട്. പാല് കിട്ടുന്ന അളവും അത് കൂടുതൽ കാലം നിൽക്കുകയും വേണം. രണ്ടും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജനുസിനെ മാത്രമേ നമ്മൾ നിർത്തുള്ളൂ. അത് ഇപ്പൊ കൂടുതൽ പാല് കിട്ടി 1 മാസം കഴിയുമ്പോൾ പാല് കീഴോട്ട് പോകുന്ന കഴിഞ്ഞാൽ അങ്ങനത്തെ ഈ പശുക്കളെ നിർത്തിയിട്ട് കാര്യമില്ല. ശരി. അപ്പൊ അത് നോക്കിയിട്ടേ നിർത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുട്ടികളെ കൂടുതൽ വളർത്താനുള്ള പരിപാടി തുടങ്ങിയത്. പല ഫാമുകളിലും മുമ്പേ ഈ കുട്ടികളെ നിർത്താറില്ല ഫാമുകളിൽ. അതായത് പശു പ്രസവിച്ച് 10 ദിവസം കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞാൽ കുട്ടികളെ കൊടുത്തു ഒഴിവാക്കാറുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മറ്റൊരു പ്രത്യേക ഷെഡ് പണിത് കുട്ടികളെ മുഴുവൻ മറ്റൊരു ഷെഡിലാക്കി വളർത്തുന്നുണ്ട്. അപ്പൊ എന്നാൽ ഈ പറയുന്ന അമ്മ പശുക്കളിൽ നിന്ന് അല്ലെങ്കിൽ തള്ളകളിൽ നിന്ന് മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നത്? ഈ പശുക്കുട്ടികളെ പ്രത്യേകം നോക്കാൻ നമ്മൾ തീരുമാനിക്കാൻ കാരണം പശുക്കളുടെ വില അങ്ങനെ ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കണം ഓരോ തവണ. അപ്പൊ ഇതേ പശുക്കളെ നമുക്കിപ്പോ ചിലപ്പോൾ ചില പശുക്കള് കുറെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ പുതിയ പശു വാങ്ങാൻ ചെല്ലുമ്പോൾ ഭയങ്കര വിലയാ വരുന്നത്. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ പശുവിനെ ഇപ്പൊ ഒരു ആവറേജ് ഒരു 1 ലക്ഷന് ഇല്ലാതെ പശുവിനെ കിട്ടില്ല. 1 ലക്ഷം രൂപയിലും കുറവ് വേണം. താഴെ വരില്ല. 1 ലക്ഷം മേലെ 1 തൊട്ട് 1.5 വരെ വരും. അതല്ലേ? അപ്പൊ അത് ഇല്ലാതെ നല്ല പശുവിനെ കിട്ടില്ല. ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര ലിറ്റർ? ഒരു 20-ന് മേലെ, 20 പ്ലസ് പാലുള്ളത്. അതെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് അതിൽ താഴെ പാലുള്ളത് ഇവിടെ ഫാമിൽ നിർത്തിയിട്ട് അപ്പൊ അങ്ങനെയുള്ള പശുക്കളെ വാങ്ങണേ അതാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ നമുക്ക് തന്നെ പശുക്കളെ ആദ്യം ഇത് ചിന്ത പോയില്ല. നമ്മൾ വിചാരിച്ചു നോക്കി വളർത്തി വലുതാക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വേണ്ടാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ടാണ് അത് വളർത്തായിരുന്നത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ കൂടിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ നോക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പുതിയ ഷെഡ് കെട്ടി കുട്ടികളെ ഓരോന്നായിട്ട് ഇവിടെ നോക്കാൻ തുടങ്ങിയത്. മാത്രം പ്രത്യേക സംരക്ഷണം കൊടുത്തു. അപ്പൊ നമുക്ക് ഒന്നും കൂടി കാര്യമായിട്ട് അതിനെ കെയർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂട്ടത്തിലിടാതെ സെപ്പറേറ്റ് നോക്കുമ്പോൾ അതിന് തീറ്റയും അതുപോലെ മരുന്നുകളായാലും ടോണിക് ആയാലും ഒക്കെ പ്രത്യേകം കൊടുക്കാം. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ നോക്കുമ്പോ പശുക്കുട്ടികൾ ഇപ്പൊ ഒരു പ്രശ്നമില്ലാതെ നന്നായി വരുന്നുണ്ട്. നമ്മളിപ്പോ വളർത്തിയെടുത്ത പശുക്കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വളർത്തിയെടുത്ത പശുക്കുട്ടികൾ പ്രസവിച്ചിട്ടുണ്ട്. ക്വാളിറ്റി എങ്ങനെയുണ്ട്? ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. കുറച്ച് നമ്മൾ ഈ സെമൻ കൊണ്ടുവരുമ്പോ നല്ല ബ്രീഡാണെന്ന് പറഞ്ഞാൽ അല്ല, അത് വേറൊരു പ്രശ്നമാണ്. അത് രണ്ടഭിപ്രായമാണ് പലർക്കും ഉള്ളത്. അതായത് ഇപ്പോഴത്തെ മൃഗാസ്പത്രികളിലൊക്കെ കിട്ടുന്ന സെമൻ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സെമനാണ് വരാറുള്ളത്. അല്ലാതെ പല കർഷകരും പറയുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും മികച്ച സെമൻ കുത്തിവെക്കാൻ വേണ്ടിയാണ് കർഷകർക്ക് താല്പര്യം, കുട്ടികളെ വളർത്താനുള്ള കർഷകർക്ക്. പക്ഷെ കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രീഡ് ക്വാളിറ്റി പോരാ എന്നൊക്കെ അഭിപ്രായം വരാം. അതാ കാരണം അത് മൃഗാസ്പത്രികളില് നമ്മള് ഇപ്പൊ ഒരു HF മിക്സ് ആയിട്ടുള്ള പശു ഉണ്ടാവും, അല്ലെങ്കിൽ ജേഴ്സി HF മിക്സ് ഉണ്ടാവും. അപ്പൊ ആ പശുവിൽ കൊണ്ട് സാധാരണ മൃഗാസ്പത്രിയിലൊക്കെ മുമ്പ് വരാനുള്ള സുനന്ദിനിയുടെ ബീജമാണ്. അപ്പൊ ഇതിൽ കൊണ്ട് സുനന്ദിനി കുത്തിവെച്ചാൽ വീണ്ടും ഉണ്ടാവുന്നത് ഒന്നുകിൽ സുനന്ദിനി അല്ല അതിനേക്കാൾ താഴെയുള്ളത്
അല്ലെങ്കിൽ മറ്റേ ഓൺലൈനേക്കാളും കുറച്ച് കുറവുള്ളത് ഇതാ കിട്ടുക. പക്ഷെ ഇതില് അവര് പറഞ്ഞ ഒരു ന്യായം എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നല്ല HF കൊണ്ട് കുത്തിവെച്ചുണ്ടാവുന്ന കുട്ടി രക്ഷപ്പെടാൻ പ്രയാസമാണെന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. പല ചില ഡോക്ടർമാർ തന്നെ അത് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഞാനിപ്പോ അതുകൊണ്ട് തന്നെ മറ്റേ വേറെ സെമനാണ് കുത്തിവെക്കുക, പ്രൈവറ്റ് സെമനാണ് കുത്തിവെക്കുന്നത്. നമ്മൾ അങ്ങനെ കുത്തിവെച്ച് കുട്ടികളുടെ ബ്രീഡ് ക്വാളിറ്റി ഇപ്പൊ ഇതെല്ലാം അങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഈ കാണുന്നതല്ല. പ്യുവർ HF എന്ന നിലയിലാണ് പ്യുവർ HF ആണ് ചെയ്യുന്നത്. അപ്പൊ അതില് പക്ഷെ നമ്മളെ കുട്ടിയുടെ തള്ളയുടെ പശുവിന്റെ അതിന്റെ കുറെ ചെറിയ വ്യത്യാസങ്ങൾ ഇതൊക്കെ പ്യുവർ HF കുത്തിവെച്ചിട്ടുണ്ടായതാണ്. സെമനും ഈ തള്ള പശുവിന്റെ ഒരു ലൈനും കൂടി കയറി വരും. അപ്പൊ എന്നാൽ തന്നെയും അല്ലേ പ്യുവർ HF കിട്ടില്ല എങ്കിലും കുറെ ബെറ്റർ ആയിരിക്കും. ബെറ്റർ ആയിരിക്കും, തള്ളേനേക്കാളും ബെറ്റർ ആയിരിക്കും. അതാണ് വേണ്ടത്. തള്ളേനേക്കാളും ഒരു സ്റ്റെപ്പ് എങ്കിലും ബെറ്റർ ആയിരിക്കും, നല്ല ക്വാളിറ്റി കിട്ടും. അപ്പൊ അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഉള്ള പശുക്കൾക്ക് എത്ര ലിറ്റർ വരെ പാല് നമ്മൾ കറന്നിട്ടുണ്ട്? ടോപ്പ് പാല് കിട്ടുന്ന പശു ഏതാണ് അത് പറയൂ. നമുക്ക് ഒരു 32-35 ലിറ്റർ വരെ പാലുള്ള പശുക്കൾ ഇവിടെ ഉണ്ട്. രണ്ടു നേരം കൂടി. അത് ഏത് HF ആണോ? HF ആണ്. ജേഴ്സി ആണോ? അല്ല, HF ആണ്. ജേഴ്സിക്ക് ഒരു 18-20 ആ റേഞ്ചിൽ കിട്ടുന്നതേ ഉള്ളൂ. HF-ന് ഈ ഫാറ്റ് SNF കുറവായിരിക്കും അല്ലെ? തീരെ കുറവൊന്നുമില്ല. അതപ്പോ അവിടെ നമ്മളെ 30 കിട്ടുന്ന പശു എന്ന് പറഞ്ഞതൊക്കെ അതിനൊന്നും വലിയ ഫാറ്റിലും SNF-ലും വലിയ കുറവൊന്നുമില്ല. ഇല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും അത് അല്ല. ഈ ജേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. പക്ഷെ അത് രണ്ടും കൂടി നമ്മള് മിക്സ് ചെയ്താണല്ലോ പ്രശ്നം വരത്തില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇത്ര 16 പശുവിനെ കറക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം നമുക്ക് ഉത്പാദിപ്പിക്കുന്ന പാൽ എത്ര ലിറ്ററാ? നമുക്കൊരു ദിവസം ഏതാണ്ട് ഒരു 200-250 ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. 200-250 ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ പൊതുവെ നമ്മുടെ ഫാമിൽ പാൽ ഉത്പാദനത്തിന് വലിയ പ്രയാസമില്ല. ഇല്ല. നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഭാഗമായിരിക്കാതെ തോന്നുന്നു. അതെ, തീറ്റ സിസ്റ്റമാറ്റിക് ആണ് നമ്മൾ കൊടുക്കുന്നത്. പെല്ലറ്റും മറ്റേ സൈലേജും കൂടി മിക്സ് ചെയ്താണ് തീറ്റ കൊടുക്കാറ് സാധാരണ. ശരി. പശുക്കൾക്ക് കുറച്ചും കൂടി അതൊരു ഡ്രൈ തീറ്റയാണ് ഇവിടെ കൊടുക്കുന്നത്. പലരും ഇപ്പൊ ചെറിയ പശുക്കളൊക്കെ 1-2 പശുക്കളെ വളർത്തുന്നവരൊക്കെ കൊടുക്കുന്നത് മറ്റേ വെറ്റ് ഫീഡാണ് കൊടുക്കുന്നത്, വെള്ളം കലക്കി കൊടുക്കുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നതെല്ലാം ഡ്രൈ ഫീഡാണ് കൊടുക്കുന്നത്. ഇവിടെ വരുന്ന പശുക്കൾ പുതിയ പുറത്തുനിന്ന് വാങ്ങുന്ന പശുക്കളെ മാത്രം കുറച്ച് ദിവസം മാത്രം വെറ്റ് ഫീഡ് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. എല്ലാം ഡ്രൈ ഫീഡാണ് കൊടുക്കുക. വെള്ളം എല്ലാം ഓട്ടോമാറ്റിക് ഡ്രിങ്കർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യം പോലെ വെള്ളം അവർക്ക് ആവശ്യമുള്ളപ്പോൾ കുടിക്കാം. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന തീറ്റകൾ എന്തൊക്കെയാ വേണോട്ടാ? ഞാനിവിടെ കൊടുക്കുന്നത് കേരള ഫീഡ്സിന്റെ തീറ്റയാണ് കൊടുക്കുന്നത്. കേരള ഫീഡ്സ് ആണോ? കംപ്ലീറ്റ് കേരള ഫീഡ്സ് കൊടുക്കുന്നത്. കേരള ഫീഡ്സ് അല്ലാതെ, കേരള ഫീഡ്സിന്റെ പെല്ലറ്റ് അല്ലാതെ മറ്റേന്തൊക്കെ തീറ്റ കൊടുക്കണം? തീറ്റ കൊടുക്കുന്നത് കുറച്ച് ചോളത്തവിട് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടുക്കുന്നത് സൈലേജ് കൊടുക്കുന്നുണ്ട്. പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്, വൈക്കോല് കൊടുക്കുന്നുണ്ട്. എത്രയേ ഉള്ളൂ. ഇതിന്റെ തീറ്റ ക്രമം എന്ന് പറഞ്ഞു തരും. ഇപ്പൊ നമ്മള് അത്യാവശ്യം മോശമല്ലാതെ പാലുൽപാദനം നമ്മുടെ ഫാമിൽ നടക്കുന്നുണ്ട്, നമ്മുടെ തൊഴുത്തിൽ നടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ ഒരു ക്രമം, അത് എല്ലാ പശുക്കൾക്കും ഒരേ തീറ്റയാണോ, ഒരേ സമയത്ത് ഒരേ തൂക്കവും തീറ്റയാണോ കൊടുക്കണം? ഒരേ സമയത്താണ് തീറ്റ കൊടുക്കുന്നത്, ഒരേ തൂക്കമല്ല. അത് പാലിന്റെ അളവനുസരിച്ച് കുടിയും കുറഞ്ഞിരിക്കും. തീറ്റ ചാർട്ട് അനുസരിച്ചാണോ നമ്മള്? അതെ, ഓരോ പശുവിന്റെ പാലനുസരിച്ചാണ് കൊടുക്കുന്നത്. പാല് കൂടുതൽ കിട്ടാൻ വേണ്ടി ഏത് തീറ്റ അങ്ങനെ ഉണ്ടോ? ഇല്ല, അതൊരു തീറ്റ. കറവയുള്ള പശുക്കൾക്കെല്ലാം ഒരു തീറ്റയാണ്. എന്ത് തീറ്റ കൊടുക്കണേ? അത് കേരള ഫീഡ്സിന്റെ തന്നെ ബൈപ്പാസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള തീറ്റയുണ്ട്, പെല്ലറ്റ്. അതാണ് കൊടുക്കുന്നത്. ചോളത്തോട് ഉണ്ടോ? ചോളത്തോട് വേറെ ആഡ് ചെയ്ത് കൊടുക്കും. അവർക്ക് അതിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ മിനറൽ മിക്സർ തുടങ്ങിയ സാധനങ്ങൾ പിന്നെയും കൊടുക്കും. ഈ വൈക്കോലും പുല്ലും ഒക്കെ അവർക്കും കൊടുക്കും. മറ്റവർക്ക് തീറ്റ മാത്രം. പശുവിന് കുറച്ച് കൂടുതൽ കൊടുക്കും. അല്ല, കറക്കുന്ന പശുവിനാണ് ഈ ബൈപ്പാസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള തീറ്റ കൊടുക്കുന്നത്. ബാക്കി ആർക്കും കൊടുക്കില്ല. ബാക്കി ആൾക്ക് അത് കൊടുക്കില്ല. ബാക്കി ആൾക്ക് സാധാരണ പ്രഗ്നൻസി ഫീഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പ്രഗ്നൻസി ആയ പശുക്കൾ കൊടുക്കാനുള്ള പ്രഗ്നൻസി ഫീഡ് ഉണ്ട്, അതാ കൊടുക്കുക. അപ്പൊ ഈ കേരള ഫീഡ്സിന് പ്രോട്ടീൻ കൂടുതലുള്ള തീറ്റയ്ക്ക് വില കൂടുതലുണ്ടോ? വില കൂടുതലുണ്ട്. എത്ര വരുന്നുണ്ട് അതിന്? അതിന് 1500 അടുത്ത് വരും. ഒരു 50 കിലോ ചാക്ക്? 50 കിലോ അല്ല, 45 കിലോ ചാക്ക്. 40 കിലോ. അതാണ് അവരുടെ അടുത്തൊരു ട്രിക്ക് ഉണ്ടായിട്ടുള്ളത്. അവരൊരിക്കൽ എല്ലാവരും തീറ്റയ്ക്ക് വില കൂട്ടിയപ്പോ ഇവര് തീറ്റയ്ക്ക് വില കൂട്ടിയില്ല. അതിന് പകരം പപ്പടത്തിന്റെ എണ്ണം കുറക്കണ മാതിരി 5 കിലോ കുറച്ച് വരും. ചാക്കിൽ 5 കിലോ കുറച്ചു. വില സെയിം ആയിരുന്നു. ബിസിനസ്. ഞാനത് അവരോട് വിളിച്ച് പറയുകയും ചെയ്തു. നേരിട്ട് ഫാക്ടറി വിളിച്ച് ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇത് ചെയ്യുന്നത് മോശമായി പോയെന്ന് പറഞ്ഞു. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം വില വേണമെങ്കിൽ കൂട്ടുക. ഇതിപ്പോ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഞാനത് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തീറ്റ ക്രമം. തീറ്റ കൊടുക്കുന്നത് സമയങ്ങൾ എന്ന് പറയോ? ഏതൊക്കെ സമയങ്ങൾ കൊടുക്കുന്ന സമയം? കാലത്ത് ഒരു 4 മണി ആവുമ്പോ കൊടുക്കും. 4 മണി എന്ന് പറഞ്ഞാൽ കറവയ്ക്ക് മുമ്പാണ്? കറവയ്ക്ക് മുമ്പ്. രാവിലെ എഴുന്നേറ്റ്
തൊഴുത്തെല്ലാം വൃത്തിയാക്കി ഒരു 3 മണിക്കൊക്കെ എഴുന്നേക്കും. 3 മണിക്ക് എഴുന്നേറ്റ് തീറ്റ എല്ലാം തൊഴുത്തെല്ലാം ചാണകം വാരി എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം കഴുകി കഴിഞ്ഞ ശേഷം തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കറവ സ്റ്റാർട്ട് ചെയ്യും. തീറ്റ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻഡിൽ നിന്ന് കറവ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഉച്ചയ്ക്കാണ്. അപ്പൊ ഈ പെല്ലറ്റും തീറ്റകളാണ് കൊടുക്കുള്ളൂ? അല്ല, പെല്ലറ്റും തീറ്റകളാണ് കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞ് കറവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സൈലേജ് ആണെങ്കിൽ സൈലേജ് കൊടുക്കും. അല്ല, വൈക്കോല് മാത്രം കൊടുക്കുന്ന പശുക്കളാണെങ്കിൽ വൈക്കോല് മാത്രം കൊടുക്കും കറവ കഴിഞ്ഞാൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വിശ്രമമാണ് പിന്നെ പശുക്കൾക്ക് വിശ്രമമാണ്. പിന്നെ ഉച്ചയ്ക്കേ ഉള്ളൂ. ഉച്ചയ്ക്ക് പിന്നെ തീറ്റ കൊടുക്കുള്ളൂ? ഉച്ചയ്ക്ക് പിന്നെ വീണ്ടും തീറ്റ കൊടുക്കും. എത്ര മണിക്ക്? അതൊരു 1 മണിയാകുമ്പോൾ കൊടുക്കും. അത് പെല്ലറ്റ് തീറ്റകൾ പെല്ലറ്റ് ആദ്യം കൊടുക്കും. പെല്ലറ്റ് തീറ്റ കൊടുത്ത് പിന്നെ തൊഴുത്തെല്ലാം വീണ്ടും വൃത്തിയാക്കും. കറക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി വൃത്തിയാക്കും. അത് കഴിഞ്ഞാൽ കറവ കഴിഞ്ഞാൽ വീണ്ടും സൈലേജ് അല്ലെങ്കിൽ വൈക്കോല് വീണ്ടും കൊടുക്കും. അത്രേ ഉള്ളൂ. അതോടുകൂടി തീറ്റ കഴിഞ്ഞു. അതിനോട് തീറ്റ പരിപാടി കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം പിന്നില്ല. ഇപ്പോഴേ പൊതുവെ ഫാമുകളിൽ പോകുമ്പോഴും കർഷകരോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ രംഗം നഷ്ടക്കച്ചവടമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ നമ്മുടെ പശു ഫാം വീഡിയോകളുടെ താഴെ തന്നെ എടുത്തു നോക്കി അറിയാം, വിവിധങ്ങളായിട്ടുള്ള കമന്റുകൾ മുഴുവൻ നെഗറ്റീവ് കമന്റുകളാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരും തുടങ്ങാൻ നിൽക്കണ്ട, ഇത് തുടങ്ങിയാൽ നശിച്ചു പോവുള്ളൂ എന്ന് തുടങ്ങിയിട്ട് ഭയങ്കര വികാരപരമായി പോലും പ്രതികരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിൽ നിന്നുള്ള അനുഭവങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷെ. വേണുഗോപാലന്റെ ഈ 10 വർഷത്തെ അനുഭവത്തിൽ എന്താണ് ഈ പശു വളർത്തൽ ഒന്ന് പറയാൻ പറ്റുമോ? അത് ലാഭമാണെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വലിയ ലാഭം പ്രതീക്ഷിച്ച് ഈ ഫീൽഡിലേക്ക് വന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ ലാഭം കിട്ടും. അതും ചിലപ്പോ ഒക്കെ ഈ പറഞ്ഞ മാതിരി ബുദ്ധിമുട്ടുകൾ വരാം, ഓർക്കാപ്പുറത്തുള്ള പ്രശ്നങ്ങൾ വരാം, അസുഖങ്ങൾ മെയിനായിട്ടുള്ള വില്ലനായിട്ട് വരുന്നത് അസുഖങ്ങളാണ്. അസുഖങ്ങളില്ലെങ്കിൽ ഒരുവിധം ലാഭമായിട്ട് തന്നെ പോകും. അസുഖങ്ങളില്ലാതെ ഒരു പ്രശ്നം നടക്കില്ല. അപ്പൊ അസുഖങ്ങളിൽ കൂടെ പശു നഷ്ടം വരാം. അപ്പൊ അത് വലിയൊരു നഷ്ടമായി വരും. ഇടയ്ക്ക് ഒരു പശു പോയി കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ അങ്ങ് പോയി. അപ്പൊ ആ നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് ഇതിനകത്ത്. വേണുവിനെ സംബന്ധിച്ചിടത്തോളേ ഈ ഫാം 10 വർഷത്തെ അനുഭവത്തിൽ ലാഭമാണെന്ന് പറയാൻ പറ്റും? നമ്മൾ ഈ ദൈനംദിന കണക്കുകൾ നോക്കി മുന്നോട്ട് പോകുന്നതാണോ? ഏകദേശം നെറ്റായിട്ട് നോക്കുകയാണെങ്കിൽ ലാഭത്തിൽ തന്നെ പോയിട്ടുണ്ട്. നമ്മൾ ഈ ദൈനംദിന കണക്കുകൾ നോക്കി മുന്നോട്ട് പോകുന്ന ആള് തന്നെയാണ്. അതെ, നോക്കുന്ന ആളാണ് ഞാൻ. ഓരോ പശുവിനും പ്രത്യേകം റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പൊ വലിയ ലാഭമില്ലെങ്കിലും ചെറിയ ലാഭമെങ്കിലും ഉണ്ടാവുന്നുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ വേണോട് നേരത്തെ പറഞ്ഞതുപോലെ പശുക്കൾ ചത്തുപോകുന്നു എന്ന് പറയുന്നു. പ്രധാനമായും HF-ലാണ് അത് കണ്ടുവരുന്നത്. ജേഴ്സി ക്രോസിലും കാണുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് കാരണം? ഈ ഫാം പൂട്ടിപ്പോയ പലരും പറയുന്നത് ഇത് തന്നെയാണ്. 5ഉം 10ഉം പശുക്കൾ ചത്തുപോയി, അതോടുകൂടി മുതലും ലാഭവും എല്ലാം പോയി, അതോടുകൂടി നിർത്തി, കൂട്ടിക്കെട്ടി എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളാണ് ഉണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പശുക്കൾ ചാവാൻ കാരണം? അതിന് മാത്രമുള്ള അസുഖം വരാൻ കാരണം? അസുഖങ്ങള് ഉണ്ട്, ശരിയാണ്. ഇപ്പൊ ഞാനത് പലപ്പോഴും അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുള്ളത് നമ്മളുടെ ഇവിടുത്തെ സൗകര്യങ്ങളും തൊട്ടയൽ സംസ്ഥാനത്തെ തമിഴ്നാട്ടിലും മറ്റുള്ള സൗകര്യങ്ങളായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അവിടെ ട്രീറ്റ്മെന്റും ഡോക്ടേഴ്സിന്റെ സേവനങ്ങളായാലും ശരി ഇവിടത്തെക്കാളൊക്കെ ഫാർ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് തോന്നിയിട്ടുള്ളത്. പല അസുഖങ്ങളും അവരെ ചികിത്സിക്കുന്നതാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അത്രയൊന്നും ഇവിടെ ആരും നോക്കാറില്ല. ഇവിടെ പല അസുഖങ്ങൾ പറഞ്ഞാൽ അവര് ഒരു സാധാരണ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, അതിനപ്പുറത്തേക്ക് അവര് പോവില്ല. ബാക്കിയൊക്കെ വരും പോലെ വരുന്ന വെച്ചൊരു വീടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പശുവിനെ നമ്മള് ജീവനുള്ളപ്പോ തന്നെ കൊടുത്ത് ഒഴിവാക്കുക, തടി വിലയ്ക്ക് കൊടുക്കുക, അത്ര തന്നെ. അതാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ചികിത്സാ സമയം ഇപ്പൊ കുന്നംകുളത്തൂരാണെങ്കിൽ ഒരു നൈറ്റ് ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. ഒരു വലിയ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി ഒരാളേ ഉള്ളൂ. അവര് സൗകര്യങ്ങള് മനസ്സിലായില്ലേ? ഒരു പശുവിന്റെ ക്ലിനിക്കിനെ സംബന്ധിച്ചോളം വേണ്ട സൗകര്യങ്ങൾ വളരെ വളരെ പരിമിതമാണ്. കുന്നംകുളത്ത് മാത്രമേ കുറച്ചെങ്കിലും എന്തെങ്കിലും സൗകര്യമുള്ളൂ, ബാക്കിയുള്ളിടത്ത് ഒരു സൗകര്യവും ഇല്ല. അപ്പൊ ഒന്നുമില്ല. ലാബ് ആയിക്കോട്ടെ, ലാബ് ഫെസിലിറ്റി ആയിക്കോട്ടെ, ബ്ലഡ് ചെക്ക് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെയുള്ള യാതൊന്നും ഇല്ല. വേണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഒരു പശുവിന്റെ ബ്ലഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് കൊടുക്കണം. അല്ലാണ്ട് ഗവൺമെന്റ് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ അങ്ങനെ പോകണം. തൃശ്ശൂർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, തൃശ്ശൂർ ഉണ്ടാവുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ഒരു പരിമിതികൾ തന്നെയാണ്, വല്ലാത്ത പരിമിതി. അപ്പൊ അതൊക്കെ വളരെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സെക്ടറാണ് അത്. അല്ല, ഈ ഗവൺമെന്റ് സംവിധാനങ്ങൾ കർഷകർക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് വരുന്നില്ല, അങ്ങനെ അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താ പറയാൻ കാരണം? ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയാൻ കാരണം. പശു വളർത്തണം എന്ന് പറയുന്നതല്ലാണ്ട് ഒരാൾക്ക് ഒരു പശുവിനെ വെറുതെ കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. ആരും വളർത്താൻ പോകുന്നില്ല. അതിനുള്ള സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ നന്നായിരിക്കണം, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അതിന് ട്രീറ്റ്മെന്റിനായാലും മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായാലേ പശു വളർത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് പശു വെറുതെ കൊണ്ടൊരാൾക്ക് പശുവിനെ കൊടുത്താൽ
വളരാൻ പോകുന്നില്ല. ഈ ഇൻഷുറൻസ് രംഗം കുറച്ചും കൂടി കാര്യക്ഷമമാണെന്ന് തോന്നുന്നു. ഇൻഷുറൻസും വളരെ കാര്യക്ഷമമാണ്. കാരണം നമുക്കിപ്പോ സ്വന്തമായിട്ട് ഒരു പശുവിന് ഇപ്പൊ 20 വലിയ പശുക്കളുണ്ട്. അപ്പൊ 20 പശുവിനെ ഇൻഷുർ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ നിലയ്ക്ക് ഒരു 1 ലക്ഷം രൂപയുടെ വിലയുള്ള പശുക്കളാണ് എല്ലാം ഉള്ളത്. അപ്പൊ അതിന് ഒരു 7,500 രൂപ എങ്കിലും മിനിമം വേണ്ടി വരും ഇൻഷുറൻസ് തുക. അപ്പൊ 20 പശുവിന് ഇൻഷുർ ചെയ്യുമ്പോഴുള്ള എമൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അറിയാം. അപ്പൊ ഒറ്റയടിക്ക് മുടക്കാന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കർഷകർക്ക് പെട്ടെന്ന് താങ്ങാവുന്ന കാര്യമില്ല. അതൊരു വർഷത്തേക്ക് വരുന്ന എമൗണ്ട് ആണ്. ഒരു 1,20,000 രൂപയൊക്കെ വേണ്ടി വരും പശുവിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗവൺമെന്റ് സെക്ടറിൽ ഈ ഇൻഷുറൻസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇല്ല, ഗവൺമെന്റ് സെക്ടർ ഇപ്പൊ ഇൻഷുറൻസ് സ്കീമൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊരു പഞ്ചായത്തിലൊക്കെ 10-12 ഒക്കെ വരും. അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോ നമ്മൾ ഒരു പശുവിനെ കിട്ടിയാലായി, കിട്ടിയില്ലെങ്കിലായി. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ പദ്ധതികളൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ചെറുകിട കർഷകരെ കണ്ടുകൊണ്ടാണ് തോന്നുന്നു. അതായത് 1 പശു 2 പശു അങ്ങനെയുള്ള മാത്രം കണ്ടുകൊണ്ട്. പക്ഷെ ഫാമുകളിലേക്ക് വരുമ്പോ ഒരു 20 പശു 30 പശുവിലേക്കൊക്കെ വരുമ്പോ അതൊന്നും വേണ്ടത്ര ഗുണപ്രദമാവുന്നില്ല തോന്നുന്നു. ഒരിക്കലും ആവുന്നില്ല. അതുകൊണ്ടായിരിക്കും ഈ ഫാമുകൾ പൂട്ടിപ്പോണേ. അതുകൊണ്ടാണ് മെജോറിറ്റി ഫാമുകളും പൂട്ടിപ്പോകുന്നത്. ഇവിടെ തന്നെ എന്റെ അറിവ് തന്നെ 3-4 ഫാമുകൾ പൂട്ടിപ്പോയി. അപ്പൊ അതൊക്കെ തന്നെ മെയിൻ ആയിട്ട് പറ്റിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. അസുഖങ്ങൾ വന്ന് പശു ചത്തു പോയിട്ടുള്ളതും കാര്യങ്ങളൊക്കെയാണ് അത് കൂടുതൽ വന്നിട്ടുള്ളത്. ഈ രംഗത്ത് ഒരു മാറ്റം വരണമെന്ന് സ്വാഭാവികമായും വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടാവും. അത് പ്രധാനമായി നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ രംഗത്തേക്ക് ശ്രദ്ധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടിയൊക്കെ ഒരു പുഷ്ടിയോടുകൂടി മുന്നോട്ട് പോകണം എങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവും എന്ന് സ്വാഭാവികമായ ഒരു കർഷകൻ എന്ന നിലയിൽ വേണ്ടിയിട്ട് നിർദ്ദേശം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പറയാൻ കഴിയും? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനല്ലേ ഒരു ഫ്രീ ആയിട്ട് പശുക്കളെ കൊടുക്കുകയോ സ്കീം പ്രകാരം കുറെ പശുക്കളെ കൊടുക്കുക, ഇതൊന്നും ചെയ്തുകൊണ്ടൊന്നും ഈ സ്കീം നന്നാവാൻ പോണില്ല. ഈ ഇത് നന്നാവാൻ പോണില്ല, മേഖല നന്നാവാൻ പോണില്ല. അപ്പൊ അത് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇതിന് പശുക്കളെ വളർത്താനുള്ള ബാക്കിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്താൽ തന്നെ ഈ മേഖല നന്നായിട്ട് മെച്ചപ്പെടും. അതാണ് ഇവിടെ ഇല്ലാത്തത്. സൗകര്യങ്ങളുള്ള അഭാവമാണ് കൂടുതലുള്ളത്. അപ്പൊ അത് നന്നായി തന്നെ ഈ മേഖല ഓട്ടോമാറ്റിക് ആയിട്ട് നന്നാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസവിച്ച പശു ഉൾപ്പെടെ കുട്ടീനെ കാണാതെ തന്നെ ചുരുത്തുന്നുണ്ട്. അതിലെ ട്രിക്ക് എങ്ങനെയാ? നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ, പ്രസവിച്ച് ആ കുട്ടി പുറത്തു വന്ന ഉടനെ തന്നെ ഞങ്ങൾ അതിനെ മാറ്റും. തള്ളയെ കൊണ്ട് നക്കിക്കില്ല. അതിന് മുമ്പ് തന്നെ അതിനെ മാറ്റി പ്രസവിച്ച വഴിയെ കുട്ടീനെ മാറ്റുമോ? പ്രസവിച്ച വഴിയെ കുട്ടിയെ മാറ്റും. അപ്പോഴേ എടുത്തോണ്ട് പോകും. ഓ ശരി. പശുവിനെ കുട്ടീനെ കാണിക്കില്ല? ഇല്ല, കാണിക്കില്ല. കാണിക്കാതെ തന്നെ കൊണ്ടുപോകും. അല്പം ക്രൂരതയാണ്, പക്ഷെ അത് നിവൃത്തിയില്ല. കാരണം നമ്മൾ ഫാമിൽ വരുമ്പോ അതുകൊണ്ട് എന്താ ഗുണം നമുക്ക്? അതുകൊണ്ട് 2 ഗുണമാണ്. നമ്മളിപ്പോ കുട്ടിയെ വെച്ച് ചുരത്തി കഴിക്കാൻ ഇതാവാണെങ്കിൽ അപ്പൊ അത് ബുദ്ധിമുട്ട് ഉണ്ട്. കാരണം ഓരോ പശുവിന്റെ അടുത്തും ഓരോ കുട്ടി വേണ്ടി വരും. അപ്പൊ ഓരോ പ്രാവശ്യം കറക്കുമ്പോഴും കുട്ടിയെ കുടിപ്പിച്ച് വേണം ചുരത്താൻ വേണ്ടി. അപ്പൊ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആയി പോകും. ഈ 15 പശു നിർത്താൻ ഈ സമയമൊന്നും മതിയാവില്ല. സമയം ലാഭമുണ്ട് മെയിൻ ആയിട്ട്. അതാണ് മെയിൻ. പാല് കൂടുതലുണ്ടാവോ? പാലിന് വ്യത്യാസമില്ല. അത് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പാല് കൊടുക്കും. പാല് ആ കുട്ടിയുടെ വലുപ്പം അനുസരിച്ച് കൊടുക്കും. അല്ലെങ്കിൽ സാധാരണ കേസ് നമ്മള് കറന്നു കഴിഞ്ഞ അവസാനം ഒരു കാമ്പ് വിട്ടു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ എത്ര പാലിനും നമ്മള് നോക്കാറില്ല. ചിലപ്പോ കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ യോഗം ചെയ്താൽ അത്ര കിട്ടുള്ളൂ. ഇതല്ല, നമ്മൾ കറക്റ്റ് ആയിട്ട് അളന്ന് ആ പാല് കൊടുക്കുവതിന്. അത് ഒരു ടൈം വരെ ആ പാല് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഒരു മിൽക്ക് റീപ്ലേസർ കൊടുക്കും. മിൽക്ക് റീപ്ലേസർ ഉണ്ട്. അത് വാങ്ങി അമൂലിന്റെയും ഇതൊക്കെ മിൽക്ക് റീപ്ലേസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കും. എത്ര മാസം വരെയാണ് ഈ തള്ളയുടെ പാല് കൊടുക്കുക? തള്ളയുടെ പാല് ഒരു ഏതാണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മിൽക്ക് റീപ്ലേസിലേക്ക് മാറ്റും. പശു വളർത്തൽ വേണ്ടത്ര അനുഭവങ്ങൾ തന്നെയാണ് മുതൽക്കൂട്ട് എന്ന് തന്നെയാണ് വേണോട്ടം പറഞ്ഞു വെക്കുന്നത്. ഒന്നും അറിയാത്ത ആളുകൾ നിരവധി പശുക്കളെ വാങ്ങിക്കൊണ്ട് ഈ രംഗത്തേക്ക് വന്നാൽ യാതൊരു തർക്കവും വേണ്ട. ഏതൊക്കെ സംവിധാനങ്ങൾ കൂടെ നിന്നാലും ഒരു പക്ഷെ അനുഭവമില്ലാത്തതിന്റെ പേരിൽ മാത്രം അതൊക്കെ പൂട്ടിപ്പോവാനോ നിർത്തിപ്പോകാനോ അതല്ലെങ്കിൽ ഭീമമായ നഷ്ടം സംഭവിക്കാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വേണോട്ടം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ തന്നെയും കുറച്ചുകൂടിയൊക്കെ കർഷക സൗഹൃദമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഈ പറയുന്ന കർഷകരിലേക്ക് നേരിട്ടെത്തുന്ന തരത്തിലേക്ക് മാറ്റപ്പെടേണ്ടതുണ്ട് എന്നുകൂടി ഒപ്പം ചേർത്ത് വേണോട്ടം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.